പർവ്വതദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വലോകനാഥനാമിഷിയ. ഗൈസ്, തൊണ്ടയിൽ കിച്ച് പിന്നെ ക്രിസ്മസിൻ്റെ സീസണാണ്. ക്രിസ്മസ് ഇന്നലെ ആയിരുന്നു, എങ്കിലും എൻ്റെ ബിലേറ്റഡ് മെരി ക്രിസ്മസ്. അപ്പം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് സലാർ പാർട്ട് 1 സീസ് ഫയർ. എന്താണ് ഈ സീസ് ഫയർ? ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി തിയേറ്ററിൽ പോയി സലാർ പാർട്ട് 1 കാണുമെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. Okay. So Salar, directed by Prashant Neel, written by Prashant Neel. Wow, അതെനിക്കറിയത്തില്ലായിരുന്നു. Dialogues by Sandeep Reddy, Bandla Hanuman Chaudhary, Dr. Suri, produced by Vijay Kiran Gandoor, starring Prabhas, Prithviraj Sukumaran and പിന്നെ കുറച്ച് ആക്ടേഴ്സ് ഒക്കെ ഉണ്ട്. സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് നമ്മൾ ഇയാളുടെ പേര് എടുത്തു പറയണം, ഭുവൻ ഗൗഡ. എഡിറ്റഡ് ബൈ ഉജ്വൽ കുൽക്കർണി, മ്യൂസിക് ബൈ രവി ബാസ്രൂർ. വലിയ തിരക്കേടില്ലായിരുന്നു. പ്രൊഡക്ഷൻ അത്ര മതിയല്ലോ. ഓക്കെ, അപ്പോൾ ഡിസംബർ 22 ഇറങ്ങിയ ഈ ഒരു പടം ഞാൻ ഇന്നാണ് 26 തിയേറ്ററിൽ പോയി കാണാൻ എനിക്ക് എല്ലാ ക്രിസ്മസിൻ്റെ സംഭവങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് സമയം കിട്ടിയത്. ആൻഡ് ഐ റിയലി ലവ്ഡ് ഇറ്റ് ഗൈസ്. എന്താ പറയുക, ഒറ്റ പേര് പ്രശാന്ത് നീൽ. ഈ സിനിമയിൽ എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് ഇതിൻ്റെ ഡയറക്ടറാണ്. പുള്ളിയാണ് ഇത് ഡയറക്റ്റ് ചെയ്യുന്നത്. പുള്ളിയാണ് ഈ ഒരു സിനിമയുടെ എന്താ പറയുക, നിർമ്മാത എന്ന് പറയാൻ പറ്റില്ല, അപ്പോൾ പ്രൊഡ്യൂസറായില്ലേ, ഈ എന്നാണ് പറയുന്നത്, ക്രിയേറ്റർ. ഈ പടം ചെയ്തു വെച്ചിരിക്കുന്നത് പുള്ളി. അത് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പടത്തിന് പോയത്. എനിക്കറിയാം കുറേ പേര് പൃഥ്വിരാജിൻ്റെ ഒരു പെർഫോമൻസും കൂടി കാണാനായിരിക്കും പോയിട്ടുണ്ടാവുക. പൃഥ്വിരാജ് എന്നുള്ള ആക്ടറിൻ്റെ ഒത്തിരി നല്ല പെർഫോമൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടാണ്. സോ എനിക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അതിനൊന്നും കോട്ടവും തട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൃഥ്വിരാജിന് അവർ ഒരു സെക്കൻഡ് ആക്ടർ എന്നുള്ള ഒരു സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്, വിച്ച് ഇസ് ഗുഡ്. ബട്ട് പ്രഭാസ് ആണ് മെയിൻ ലീഡ് എന്ന് പറയുന്നത്. ആൻഡ് പ്രഭാസിൻ്റെ ഒരു കംബാക്ക് എന്നും കൂടി പറയാം. ഇതിന് മുന്നേ ബാഹുബലിക്ക് ശേഷം ഇറങ്ങിയ പടങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ദാരിദ്ര്യം കാരണം ഞാൻ അങ്ങ് കാണണമെന്ന് ചിന്തിക്കുക പോയിട്ട് എൻ്റെ 7 അയൽവക്കത്തൂടെ പോലും പോയിട്ടില്ല. സോ അത് വെച്ച് നോക്കുമ്പോൾ ഐ തിങ്ക് this is a really great movie from Prabhas that we got like in recent years after Bahubali, which is a good thing. But again, the name is Prashant Neel. പുള്ളിയുടെ ബ്രില്യൻസ് കാണാനാണ് ഞാൻ പോയത്. പുള്ളിയുടെ ബ്രില്യൻസ് നമുക്കറിയാം. ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, KGF കണ്ട് മനസ്സിൽ കിടക്കുന്നവർ അത് വെച്ചിട്ട് അതിനെ ഒരു ഇതാക്കിയിട്ട് ഇത് കാണാൻ പോയി കഴിഞ്ഞാൽ എത്രത്തോളം സലാർ വർക്കാവുമെന്ന് എനിക്കറിയില്ല. ബട്ട് KGF കണ്ട് ആ ഒരു സ്റ്റൈൽ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ എന്തായാലും സലാർ സിനിമ ഇഷ്ടപ്പെടും തീർച്ചയായും. ഇന്ത്യയിൽ ഇപ്പോൾ KGFൻ്റെ സ്റ്റൈൽ ഇഷ്ടപ്പെടാത്തവരാരോ ഉള്ളതല്ലേ? എന്തൊരു പ്രസക്തമായ ഒരു ചോദ്യമായിരുന്നു അത്. സോറി, അങ്ങനെ ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ ഉദ്ദേശിക്കുന്നത് KGFൻ്റെ ലെവൽ പ്രതീക്ഷ നിങ്ങൾ പോകരുത്. അല്ലാതെ പ്രശാന്ത് നീലിൻ്റെ ഫ്രെയിംസും പ്രശാന്ത് നീലിൻ്റെ കൈൻഡ് ഓഫ് ഫൈറ്റ്സും കാര്യങ്ങളൊക്കെ, പുള്ളിയുടെ ഒരു വേൾഡ്, അങ്ങനെ പുള്ളിയുടെ ഒരു യൂണിവേഴ്സ്, ഇപ്പോൾ യൂണിവേഴ്സിൻ്റെ ട്രെൻഡിങ് ടൈം ആണല്ലോ, അങ്ങനെയൊക്കെ കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ തിയേറ്ററിൽ പോയി കാണാം. തിയേറ്ററിൽ പോയി കണ്ടാലേ ഒരു ഗുമ്മ കിട്ടത്തുള്ളൂ. നിങ്ങളിത് OTTയിലും കൂടി ആണെന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടത്തില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. സോ എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. എനിക്ക് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം, 22 പടം ഇറങ്ങിയത്, അതൊക്കെ ഓക്കെ. ബട്ട് ഇന്ന് 26 ആയതേ ഉള്ളൂ. പക്ഷേ തിയേറ്ററിലൊന്നും ഒട്ടും തിരക്കില്ലായിരുന്നു. ഞാൻ അത്യാവശ്യം ഒരു തിരക്കൊക്കെ ഉള്ളൊരു തിയേറ്ററുകളൊക്കെ തന്നെയാണ് പോയി കണ്ടത്. ബട്ട് എനിക്കെന്തോ ബട്ട് ഐ എൻജോയ്ഡ് ബൈ ദ വേ. ബട്ട് എന്തോ തിയേറ്റർ നിറഞ്ഞിട്ടും ഇല്ലായിരുന്നു. അതൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് എന്താ. അപ്പോൾ എനിക്ക് മനസ്സിലായത് നേരെന്ന് പറഞ്ഞ മൂവി അത്രയും നല്ല ഒരു ക്രിട്ടിക്സിന് അത്രയും നല്ല റിവ്യൂ വന്നതുകൊണ്ടേ ഈ സലാറിന് പോയ ആ ക്രൗഡൊക്കെ പയ്യെ നേരിന് പോകാൻ തുടങ്ങിയിട്ടുണ്ട്, വിച്ച് ഇസ് അനദർ വെരി ഗുഡ് തിങ്. കാരണം നമ്മൾ ലാലേട്ടൻ ഫാനാണ്, കട്ട ഫാനാണ്. സോ ഇനി അടുത്ത എനിക്ക് നേരിനാണ് പോകേണ്ടത്. നേരും പിന്നെ നമുക്ക് ഡങ്കിയും കൂടി കാണണമെന്നുണ്ട്. ഡങ്കിൻ്റെ ടീസർ റിയാക്ഷനൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തള്ളി മറിച്ചായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും കാണണം. പിന്നെ രാജ്കുമാർ ഹിരാനിയുടെ പടമാണ്, എന്തായാലും കാണാനൊരു വേർത്തുണ്ടാകുന്നതാണ്. എൻ്റെ ഇപ്പോഴത്തെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, റിവ്യൂ ഒന്നും ഞാൻ കാണാൻ പോയിട്ടില്ല, പ്രതീക്ഷ. സോ അത് അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ നിങ്ങൾ സലാർ കണ്ടവരാണോ? നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? താഴെ കോമെൻറ്റ് സെക്ഷനിൽ പറയാം. ഇത് ഞാൻ വലിയ റിവ്യൂറും കാര്യങ്ങളൊന്നും പറയാം, എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഒപ്പീനിയനായിട്ട് ഇവിടെ വന്ന് പറയുന്നതേ ഉള്ളൂ. ആൻഡ് ഓൾസോ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കാര്യം, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഞാൻ പ്രത്യേകമായിട്ട് പറയേണ്ടല്ലോ. പിന്നെ ഞാൻ ചെറുതായിട്ട് ഷോർട്സിൽ കൂടെ ഒരു വേറൊരു ജോണർ എന്നുള്ള രീതിയിൽ ഡയറ്റ് വീഡിയോസ് ചെയ്യണമെന്നൊന്നും അല്ല, എനിക്കൊന്ന് കുറച്ച് തടി കുറയ്ക്കണമായിരുന്നു. അപ്പം ഞാൻ തോന്നുന്നു ഇപ്പം എല്ലാവരും ലൈഫ് സ്റ്റൈലാണല്ലോ കോണ്ടന്റ്, അപ്പം എൻ്റെ കണ്ടന്റ് അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. സോ ബട്ട് ഇറ്റ്സ് ആക്ച്വലി കൈൻഡ് ഓഫ് യൂസ്ഫുൾ. നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ചിലപ്പോൾ യൂസ്ഫുൾ ആയിട്ട് തോന്നിയേക്കാം. സോ അത്രയ്ക്കുള്ള എൻ്റെ ഒരു ചെറിയ ചാനലിനെ പറ്റി. അപ്പോൾ until we meet again in the next video, which is we are going to meet soon. ഞാൻ കാണാൻ എന്തായാലും ബാക്കി പടങ്ങളും കൂടി കാണുമെന്നാണ് എൻ്റെ ആഗ്രഹം. And then so we'll meet again on the next video. Until then, bye and yeah, that's all. Bye bye.